ഇപ്പൊ ഈ ബ്രാൻഡിങ് ചെയ്യുന്നോണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താ? ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മളൊരു ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പാറ്റന്റ് ഒരു പ്രൊഡക്റ്റിന് എടുത്തിട്ടില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, ലീഗലി നമുക്ക് റൈറ്റ്സ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലെ പൊതുവായ തത്വം. അതായത് കോപ്പിറൈറ്റ് ആവാം, പാറ്റന്റ് ആവാം, ട്രേഡ് മാർക്ക് ആവാം. അപ്പൊ ഈ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലെങ്കിൽ പണ്ട് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു UAE-ൽ. 40-ലധികം ബ്രാഞ്ചുള്ളൊരു ഒരു പിന്നെ സ്ഥാപനം ഇവിടുന്ന് പൂട്ടിപ്പോയി, റെസ്റ്റോറന്റ് ചെയിൻ. അവരോട് അതിന്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ ഞങ്ങൾ ബഹുമാനത്തോട് പണിയുന്ന വ്യക്തിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല റിയാസ്, ഞാൻ എല്ലാ എമിറേറ്റിലും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. എല്ലാ എമിറേറ്റിലും ലൈസൻസ് ഉണ്ടല്ലോ. മരിച്ചുപോയ ഒരു മഹാനായ വ്യക്തി ഒരു ഒരു ജ്വല്ലറി ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹവും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ മലയാളികൾ ശ്രദ്ധിക്കാതെ ഇരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ട്രേഡ് മാർക്ക് എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിളിക്കുന്നുണ്ട്. കാരണം പഴയതിനേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ വന്നു, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വന്നു, ബ്രാൻഡ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ബ്രാൻഡ് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അത് എൻ്റെ UAE ആണ് പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ഞാൻ കിൽട്ടൺസ് എന്ന് പറഞ്ഞിട്ട് ഷാർജയിൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ദുബായിലോ അബുദാബിയിലോ മറ്റൊരാൾക്ക് കിൽട്ടൺസ് തുടങ്ങാനായി സാധിക്കും. പക്ഷെ അത് തുടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ട്രേഡ് മാർക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് 10 വർഷത്തേക്ക് ഓൾ ഓവർ UAE നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. അത് തന്നെ നമ്മൾ കിൽട്ടൺസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ UAE മാത്രമല്ല, സൗദി അറേബ്യ അല്ലെങ്കിൽ ബഹ്റൈൻ, ഖത്തർ, അങ്ങനെ എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ GCC മാത്രമല്ല വേൾഡ് വൈഡ് ചെയ്യും. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് ഇന്റർനാഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രജിസ്ട്രേഷൻ അങ്ങനെ ഇല്ല. ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പൊ ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ഒരു 70 രാജ്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഈച്ച് കൺട്രിയുടെയും കോട്ട് സെപ്പറേറ്റ് എടുക്കുക. മനസ്സിലായില്ല? അപ്പൊ അല്ലെങ്കിൽ സൂപ്പർ ബ്രാൻഡ് പോലെ ഇപ്പൊ പെപ്സിയോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവർക്ക് ഇന്റർനാഷണൽ എല്ലാ രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ടാവുന്ന പോലെ അത്രയും ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ കൺട്രീസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കാന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. കാരണം അത്രയും വലിയൊരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടി മാത്രമായിട്ട്.